ഹായ് ഗെയ്സ്, വെൽക്കം ടു ബീലിൻ. 2006 വരെ സൗരയൂഥത്തിൽ സൂര്യനെ വലയം വയ്ക്കുന്ന 9 ഗ്രഹങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 2006 പ്രാഗിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ 26ാമത്തെ ജനറൽ അസംബ്ലിയിൽ അവർ വിവാദമായ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. റോമൻ ഇതിഹാസങ്ങളിലെ സമ്പത്തിൻ്റെയും പാതാളത്തിൻ്റെയും ദേവനായ പ്ലൂട്ടോയുടെ പേരിൽ അറിയപ്പെടുന്ന 9ാമത്തെ ഗ്രഹത്തെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കുക എന്ന തീരുമാനം. ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അനേക ശാസ്ത്രജ്ഞർ മുൻപോട്ട് വന്നുവെങ്കിലും 1930 ക്ലൈഡ് തോംബോ കണ്ടെത്തിയ കഴിഞ്ഞ 76 വർഷങ്ങളായി തന്നെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ തുടർന്നു പോരുന്ന പ്ലൂട്ടോയിനെ പുറത്താക്കരുത് എന്ന് പറയുവാനായി അവർക്കുണ്ടായിരുന്ന വാദങ്ങൾ പക്ഷേ തീർത്തും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ മാത്രമായിരുന്നു. 2006 ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു ഗ്രഹം എന്തായിരിക്കണം എന്നുള്ളതിന് 3 വ്യവസ്ഥകൾ കൊണ്ടുവരികയുണ്ടായി. ഒന്നാമതായി, അത് സൂര്യനെ വലയം വയ്ക്കുന്ന ഒരു ആകാശഗോളമായിരിക്കണം. രണ്ടാമതായി, ഗ്രഹത്തിന് ഗോളാകൃതി കൈവരിക്കുവാൻ വേണ്ടത്ര വലിപ്പവും ഗുരുത്വാകർഷണ ബലവും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, സ്വന്തം ഓർബിറ്റിൽ ആ ഗ്രഹത്തിന് അതിൻ്റേതായ ഗ്രാവിറ്റേഷണൽ ഡോമിനൻസും ഉണ്ടായിരിക്കണം. അതേ ഓർബിറ്റിൽ വരുന്ന വസ്തുക്കളെ പുറത്താക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാനോ ഉള്ള കഴിവുണ്ടായിരിക്കണം. എന്നാൽ പക്ഷേ മൂന്നാമത്തെ നിബന്ധന പാലിക്കുവാനായി പ്ലൂട്ടോയ്ക്കന്ന് സാധിച്ചില്ല. പ്ലൂട്ടോ സൂര്യനെ വലയം വെക്കുന്ന ഓർബിറ്റിൽ വരുന്ന പാറ കഷ്ണങ്ങളും ഐസ് പാളികളും എല്ലാം ചേരുന്നതിൻ്റെ വെറും 0.07 മടങ്ങ് മാസം മാത്രമേ പ്ലൂട്ടോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിന്, ഭൂമി സൂര്യനെ വലയം വെക്കുന്ന ഓർബിറ്റിലുള്ള മറ്റു വസ്തുക്കൾ എല്ലാം ചേരുന്നതിൻ്റെ 17 ലക്ഷം മടങ്ങ് മാസ് നമ്മുടെ ഭൂമിക്കുണ്ട്. ചൊവ്വ ഗ്രഹത്തിനും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്ററോയിഡ് ബെൽറ്റിന് സമാനമായി തന്നെ നെപ്റ്റ്യൂണിന് ശേഷം പാറകളാലും ഐസ് കഷ്ണങ്ങളാലും സ്ഥിതി ചെയ്യപ്പെടുന്ന അനേക കോടിക്കണക്കിന് വസ്തുക്കൾ കാണുവാനായി സാധിക്കുന്നുണ്ട്. അവയിൽ തന്നെ അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്ന പ്ലൂട്ടോയായിരുന്നു നമ്മൾ ആദ്യമായി കണ്ടെത്തിയത് എന്ന് മാത്രം. പക്ഷേ എന്നാൽ കൂപ്പർ ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ആകാശഗോളവും അത് പ്ലൂട്ടോയല്ല. അത് പ്ലൂട്ടോയിനെക്കാളും 25% അധികം വലിപ്പമുള്ള എറിസാണ്. പ്ലൂട്ടോയും എറിസും മാത്രമല്ല, ഹൗമിയായും മാക്കയും പോലുള്ള 100 കണക്കിന് ആകാശഗോളങ്ങൾ പിന്നെയും കൂപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാനും സാധിക്കുകയില്ല. ആയതിനാൽ തന്നെ നമ്മൾ ഇവയ്ക്കായി കുള്ളൻ ഗ്രഹങ്ങൾ എന്നൊരു പുതിയ വിഭാഗം രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും പ്ലൂട്ടോയെ എന്നും ശാസ്ത്രലോകം വേണ്ടപ്പെട്ട ഗ്രഹമായി തന്നെയാണ് ഇന്നും കണക്കാക്കി പോരുന്നതും. അന്ന് അതേ വർഷം തന്നെ അമേരിക്കയിലെ കേപ്പ് കനാവരിൽ നിന്നും പ്ലൂട്ടോനെ ലക്ഷ്യമാക്കി ന്യൂ ഹൊറൈസൺ പേടകം പറന്നുയരുകയും 9.5 വർഷങ്ങൾ തുടർച്ചയായി നടത്തിയ സഞ്ചാരത്തിനൊടുവിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേരുകയും അനേകം ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ശേഷം ഇപ്പോഴും കൂപ്പർ ബെൽറ്റിലൂടെ വ്യത്യസ്ത വസ്തുക്കളിൽ പഠനം നടത്തി അതിൻ്റെ ദൗത്യം തുടർന്നു പോന്നുകൊണ്ടുമിരിക്കുന്നു.